തൃശൂർ പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. പാലപ്പിള്ളി KFRAയ്ക്ക് സമീപമാണ് കടുവ ഇറങ്ങിയത്. റോഡ് മുറിച്ച് കശുമാവിൽ തോട്ടത്തിലേക്ക് കടുവ ചാടിയതായി പ്രദേശവാസികൾ കണ്ടു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ശരത്, എന്താണ് സംഭവിച്ചത്? ഇന്ന് മാത്രമാണോ ഈ കടുവയുടെ സാന്നിധ്യം അവിടെ ഉള്ളത്? നാട്ടുകാർ എന്താണ് പറയുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ആശങ്ക നിലനിന്നിരുന്ന സ്ഥലമാണോ? തൃശൂർ പാലപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി എന്ന് പറയുമ്പോൾ അത് കുറച്ചു കാലമായിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾ വലിയ രീതിയിൽ ഇത്തരത്തിലൊരു ഭയാശങ്കയോട് കൂടിയാണ് ജീവിക്കുന്നത്. കാട്ടാന ഇറങ്ങുക, കടുവ ഇറങ്ങുക, ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ പാലപ്പള്ളി മേഖലയിലുള്ള ജനങ്ങൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണ പാലപ്പള്ളി KFRAയ്ക്ക് സമീപത്താണ് കടുവ ഇറങ്ങിയെന്ന് പറയുന്നത്. ഈ കടുവ റോഡ് മുറിച്ച് KFRAയ്ക്ക് സമീപത്ത് ഓപ്പോസിറ്റുള്ള ഒരു കശുമാവിൻ തോട്ടമുണ്ട്. അവിടേക്ക് റോഡ് മുറിച്ച് പോകുന്നതായിട്ട് പ്രദേശവാസികൾ കണ്ടു എന്നാണ് പറയുന്നത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയിട്ട് ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവിടെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ കടുവയെ പിടികൂടാൻ വേണ്ടിയിട്ട്, അതായത് നിരന്തരമായിട്ട് ഇത്തരത്തിലൊരു ആശങ്കയോട് ജീവിക്കുന്ന ഇവരുടെ ഒരു സമാധാനം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പറയുന്നു. അതുപോലെ ആനയുടെ ശല്യം ഒഴിവാക്കാനായിട്ട്, ആന അല്ലെങ്കിൽ മറ്റ് വന്യജീവികളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ട്രഞ്ച് സ്ഥാപിച്ചിട്ട് ഈ ജനവാസ മേഖലയിൽ ഇവ ഇറങ്ങുന്നത് തടയണമെന്നൊരു ആവശ്യം കൂടി പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ആശങ്കയുണ്ട്. കടുവ ജനവാസ മേഖലയിൽ എത്തി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അവിടുത്തെ പ്രദേശവാസികൾ കണ്ടതിന് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നതല്ല. പാലപ്പിള്ളി KFRAയ്ക്ക് തൃശ്ശൂർ ഒരു കടുവ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കശുമാവൻ തോട്ടത്തിലേക്ക് ചാടിയതായി നാട്ടുകാർ കണ്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങൾ നൽകിയത്.